2024 ഓഗസ്റ്റ് 16 വെളുപ്പിന് 4:30-ക്കാണ് ഞങ്ങളുടെ ഹൃദയം തകർത്ത ആ വാർത്ത അറിയുന്നത്. ഞാൻ ചെന്നിട്ടും ചിരിച്ചുകൊണ്ട് ഷിനിമോളേന്ന് വിളിക്കാത്ത ഷായിച്ചാനോട് ഞാൻ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, എന്തിനാണ് പോയതെന്ന്. ഇമ്മുവിന്റെ ഗോഡ് ഫാദറും അവനെ ആദ്യാക്ഷരം എഴുതിച്ചതും ഷായിച്ചാനാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുമ്പോഴാണ് ലോങ് ലീവ് എടുത്ത് കുവൈറ്റിന് പോയിരുന്നത്. അവിടെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. കുവൈറ്റിൽ വെച്ചും പള്ളിക്കാര്യങ്ങളിലെല്ലാം സജീവമായിരുന്നു. തിരിച്ചു നാട്ടിൽ വന്ന് വില്ലേജ് ഓഫീസറായി. പള്ളിക്കാരുടെ പ്രിയപ്പെട്ട തോമസ് കുട്ടിയായിട്ട് അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. പള്ളിപ്പെരുന്നാളിന് നാടകത്തിന്റെ തിരക്കഥാകൃത്ത്, ഡയറക്ഷൻ, ഡബ്ബിങ്ങും ഒക്കെ കൈകാര്യം ചെയ്യുമായിരുന്നു. ഡെപ്യൂട്ടി തഹസീൽദാർ ആയിരിക്കുമ്പോൾ റിട്ടയർമെന്റ്. ഒരു പ്രാവശ്യം സംസാരത്തിന്റെ ഇടയിൽ ഞാൻ ഷായിച്ചാനോട് ചോദിച്ചതാണ്, മരിച്ചു കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാനോ അറിയാനോ സാധിക്കുമോ എന്ന്. അതിന്റെ മറുപടി പോലെ ഒരു വെളുപ്പാങ്കാലത്ത് ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ എന്റെ അടുക്കിലേക്ക് ചിരിച്ച മുഖവുമായി വന്നു പറഞ്ഞു, ഷിനിമോളെ, ഞാനിവിടെയുണ്ട്. ഞങ്ങളുടെ ഷായിച്ചാൻ ഒരു കാവൽ മാലാഖയായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്.